ഓക്കെ മച്ചാൻ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് പാർട്ടായിട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ തിരിച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ പോകുന്ന ഇഷായോഗി. ഓക്കെ, ഇഷായോഗിയിലേക്ക് പോകുന്ന റൂട്ട് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്കെന്നാൽ ഈ യാത്ര ബാക്കി അങ്ങോട്ട് മുന്നോട്ട് കാണാം. ഓക്കെ മച്ചാൻ, അപ്പോൾ നമ്മൾ ബിന്ദുവിൻ്റെ വണ്ടിയും കൊണ്ട് നമ്മളൊന്ന് പെട്രോൾ അടിക്കാൻ വേണ്ടി ഡീസൽ അടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്താ വെച്ചാൽ നമ്മൾ പിന്നെ പെട്രോൾ അടിച്ചത് ഒന്ന് അറയ്ക്കാമെന്ന് വെച്ച് പോകുന്ന വഴിക്ക് അവർക്ക് അടുത്ത ട്രിപ്പുണ്ട് പോകുന്ന വഴിക്ക് തന്നെ നമ്മളെ വിട്ട വരണേ. അപ്പോൾ നേരെ ഇവിടെ നിന്ന് അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചാണ് ഇവന്മാർ ഇവിടോട്ടം കയറ്റി. അപ്പോൾ നമ്മൾ വീഡിയോയും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു, വണ്ടിയുടെ ഒന്ന് പരിചയപ്പെടുത്താമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഓവറോൾ ലുക്ക്. നമ്മളെ കഥകളിയാണ് മെയിൻ. ഓക്കെ, ബിന്ദുവിൻ്റെ വണ്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ കൂടെയുള്ള കിങ് ബുള്ളിൻ്റെ വണ്ടി നമ്മൾ അപ്പുറം വേറെ അടുത്ത ലൊക്കേഷനിൽ പോകുമ്പോൾ കാണിക്കാം. നമ്മൾ വണ്ടി അവിടെ എല്ലാം വണ്ടി ആ പാർക്കിങ്ങിൽ കിടക്കുക. ഇത് മാത്രം നമ്മൾ ഇനി അടുത്തോണ്ടെങ്കിൽ പോകുന്നു. എന്നിട്ട് നമ്മൾ പമ്പിൽ കയറ്റി ഡീസൽ അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അന്നേരം വീഡിയോ എടുക്കുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഓവറോൾ ബാക്ക് സൈഡൊക്കെ കഥകളി സെറ്റപ്പാണ്. ഓക്കെ, നല്ല അടിപൊളി ഗ്രാഫിക്സാണ്. ഓൾ ഇന്ത്യ പെർമിറ്റ് വണ്ടി. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് നീലയ്യപ്പൻ എന്ന് പറഞ്ഞൊരു തമിഴ്നാട്ടിലെ ഒരു അമ്പലം. ഓക്കെ, അവിടോട്ട് നമുക്ക് നീ ഒരു ഉച്ച കഴിയുമ്പോഴത്തേനൊക്കെ ചെല്ലാം. 4 മണിയൊക്കെ ആകുമ്പോഴത്തേന് നമ്മളവിടെ ചെല്ലും. ഓക്കെ, അപ്പോൾ ആ വിശേഷങ്ങൾ നോക്കാം. വാട്ടിയ നാക്കിലച്ചോറിൽ മീട്ടിയ നന്തുണി ചിന്തിൽ കാറ്റുലച്ചോടി വരുന്ന കുറുവടി ചേർത്തടിച്ചാടി കളിച്ചേ. വാട്ടിയ നാക്കിലച്ചോറിൽ മീട്ടിയ നന്തുണി ചിന്തിൽ കാറ്റുലച്ചോടി വരുന്ന കുറുവടി ചേർത്തടിച്ചാടി കളിച്ചേ. കുറുവടി ചേലത്തെ കയ്യയുടെ പാട് നീട്ടി വരിച്ചൊന്നുലച്ച് നെഞ്ചടിച്ചാടി വരുന്ന കോമരക്കുട്ടങ്ങളമേ. കണ്ണിന്റെ കാവല് നീയേ, നിന്റെ കാവല് നീയേ, കാവലും നീ തന്നെ കാവലും നീ തന്നെ. ശ്രീ കുടുംബക്കാവിലമ്മേ, എന്റെ ശ്രീ കുടുംബക്കാവിലമ്മേ, എന്റെ ശ്രീ കുടുംബക്കാവിലമ്മേ. കണ്ണൂര കണ്ടേ കണ്ണിക്കൂടെ കണ്ടാലേ കണ്ണി മണിച്ചിയ കണ്ണൂര കണ്ടേ കണ്ണൂര കണ്ടേ കണ്ണിക്കൂടെ കണ്ടേ കണ്ണി മണിച്ചിയ മുടിയാടണകാവ് തുള്ളി തെളിഞ്ഞു വരുന്നവളെ, മുടിയാടണകാവ് തെളിച്ചവളെ, കാവ്
18 കാവ് തെളിച്ചവൾ ആ കാവിൽ കളങ്കേറി നിന്നവൾ 18 കാവ് തെളിച്ചവൾ ആ കാവിൽ കളങ്കേറി നിന്നവൾ നല്ല ചെമ്പട്ട് ചേലയൊടുത്തവൾ ആടിക്കളിച്ചു വരവുണ്ട് കാളി കൊടുങ്ങല്ലൂര് നല്ലമ്മ കാവിലി തേരി തെളിച്ചു വരവുണ്ട് കാളി കാവ് കൊടുങ്ങല്ലൂർ കാവ് ആടും മുടിയാടണ കാവ് തെളിഞ്ഞു വരുന്നവളെ മുടിയാടണ കാവ് തെളിച്ചവളെ കൊടുങ്ങല്ലൂര് നല്ലമ്മ ദേവി. ഓക്കെ മച്ചാൻ, അപ്പോൾ നമ്മുടെ നീലയ്യപ്പൻ കോവിലിലെത്തി. അങ്ങനെ നമ്മൾ ആൾക്കാരെയൊക്കെ ഇറക്കി നമ്മൾ വണ്ടി തിരിച്ച് നേരെ കൊണ്ടിടാൻ വേണ്ടി വന്നു. അപ്പോൾ നമുക്ക് അമ്പലത്തിനകം ഒന്ന് കയറി കണ്ടിട്ട് വരാം. നമ്മൾ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ അകത്തുനിന്ന് കയറി കണ്ടിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കിങ് ബുള്ളിൻ്റെ വണ്ടിയും കൂടെ ഒന്ന് കണ്ടിട്ട് നേരെ തിരിക്കുന്ന യാത്ര വിശേഷങ്ങളും ഇതൊക്കെ അടുത്ത ട്രിപ്പിൻ്റെ കാര്യമൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് അത് കയറിയൊന്ന് കാണാം. നമ്മൾ നേരെ ഇതാണ് നമ്മളെ എൻട്രൻസ് വരുന്നതെന്ന് തോന്നുന്നു. നമുക്ക് അപ്പുറത്തൂടെ ഉണ്ട് എൻട്രൻസ്, നമുക്ക് ഇതിലേ ഉണ്ട്. ഇതൊരു മുരുകൻ നമ്മളെ ശിവൻ്റെയാണ് അമ്പലം. ഇവിടെ കയറുമ്പോൾ തന്നെ പൂമാല അമ്പലം കടയൊക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നേരെ കയറുമ്പോൾ തന്നെ നന്ദികേശവൻ്റെ ഒരു പ്രതിമ ഒക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ഓക്കെ, അമ്പലം എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ലുക്കൊക്കെ വരുന്നത്. ഓക്കെ, എനിക്കറിഞ്ഞുകൂടാ, ഞാൻ ഇതുവരെ അങ്ങനത്തെ പോയിട്ടില്ല. ഇതിപ്പോൾ ഞാൻ ചുമ്മാ ഒരു കണ്ടപ്പോൾ മാപ്പ് മോഡ് കണ്ടപ്പോൾ എടുത്തു വെച്ച് കളിച്ചു. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ആനയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, സെറ്റായിട്ട്. ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരിക്കും അവിടെ, ഉണ്ടെന്നൊക്കെയാണ് വീഡിയോയിൽ പറഞ്ഞത്. അറിയില്ല, പോയിട്ടില്ല. ഓക്കെ, അപ്പം ഞാൻ പോയ അമ്പലം നോക്കിയപ്പോൾ അത് മാപ്പ് മോഡ് കിട്ടുന്നില്ല. അപ്പം ലാസ്റ്റ് തട്ടിക്കുട്ടിയൊരു മാപ്പാണ്. ഓക്കെ, അപ്പം അങ്ങോട്ട് എക്സ്ചേഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഉള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ബാക്കി യാത്ര കണ്ടിട്ട് വീഡിയോ എൻഡ് ചെയ്യാം. ഓക്കെ മച്ചന്മാർ, കിങ്ബുള്ളിലെ എല്ലാവരും കിടന്ന് നല്ല ഉറക്കമാണ്. എന്താ വെച്ചാൽ രാത്രി മൊത്തം നീ അങ്ങോട്ട് വണ്ടി ഓടിക്കേണ്ടിയല്ലേ, അതുകൊണ്ട് നല്ല ഉറക്കമാണ്. അപ്പോൾ ഇതാണ് അവരുടെ വണ്ടി, അസ്ത്ര. ഫുൾ പച്ച തീമാണ് വരുന്ന വണ്ടി. അപ്പോൾ ഓവർലുക്ക് ഇതൊക്കെ തന്നെയാണ്. അടിപൊളി ഗ്രാഫിക്സ് ചെയ്ത് വന്നൊരു ഓൾ ഇന്ത്യ പെർമിറ്റ് ചെറുക്കൻ ചുണക്കുട്ടി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വണ്ടിയുടെ ലുക്കൊക്കെ വരുന്നത്. അപ്പോൾ ഇത് ബാക്ക്ഗ്രൗണ്ട് കറക്റ്റ് ഒരു അസ്ത്ര ലുക്കൊക്കെയാണ്. നമ്മുടെ സെഡ് അസ്ത്രമല്ല, സാധാ അസ്ത്ര ബാക്കാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതാണ് ലുക്ക്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷം നോക്കിയാലോ അപ്പോൾ ഒന്ന് വരികയൊക്കെ. അപ്പോൾ മച്ചാൻ, അപ്പോൾ നാളെ നമുക്ക് ട്രിപ്പുള്ളത് ഒരു വെഡ്ഡിങ് ട്രിപ്പാണ്. നമ്മൾ 4 വണ്ടി ട്രിപ്പാണ്. ഒന്ന് ബിന്ദുവിൻ്റെ വണ്ടി, പിന്നെ ബാക്കി നമ്മൾ 3 വണ്ടി. അപ്പോൾ നമ്മളിവിടെ അടുത്തൊരു പമ്പിലോട്ടാണ് നേരെ പോകുന്നത്. അവിടെ ചെന്നിട്ട് വീഡിയോ എൻഡ് ചെയ്യാം.